ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയ് ശങ്കറും രവിശങ്കറും കൂടി മധുബാലയെ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുകയാണ്. വിജയ് ശങ്കർ എന്നിട്ട് മധുബാലയോട് പറയുന്നുണ്ട്, ഓഫീസിൽ വെച്ച് ആദ്യം കണ്ടുമുട്ടാമെന്നാണ് കരുതിയത്, പക്ഷേ അവിടെ വെച്ച് ശരിയാവില്ല, അതുകൊണ്ടാണ് പുറത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞത്. വേറൊന്നും തോന്നരുത് എന്ന് പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, അങ്ങോട്ടേക്ക് വരാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്തായാലും ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞത് നന്നായി എന്ന് പറയാണ്. വിജയ് ശങ്കർ അപ്പോൾ മധുബാലയോട് പറയുന്നുണ്ട്, വിശങ്കർ പറഞ്ഞപ്പോഴാണ് മധുബാലയുടെ അച്ഛൻ ഹൈക്കോടതി ജഡ്ജാണെന്ന് അറിഞ്ഞത്. അച്ഛനിപ്പോ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട്, അപ്പൊ നോർത്ത് ഈസ്റ്റിലാണ്. ഹൈക്കോടതി ജഡ്ജിയുടെ മകളെന്നുപരി എനിക്ക് വേറൊരു അലങ്കാരം കൂടിയുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ പ്രശസ്ത സാഹിത്യകാരൻ ജെകെയുടെ ഭാര്യയാണെന്ന് മധുബാല അങ്ങനെ പറയാണ്. അത് കേട്ട് വിജയ് ശങ്കറും രവിശങ്കറും ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാളും അർച്ചനയുടെ കൂടെ ഉണ്ടായിരുന്നത് ജെകെ ആണെന്ന് അവർക്കപ്പോഴാണ് മനസ്സിലാവുന്നത്. വീണ്ടും മധുബാല പറയുന്നുണ്ട്, ജെകെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ എന്നെ തകർക്കാനാണ് ഇപ്പോൾ അർച്ചന വന്നിരിക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചത് ഈ ജെകെയുടെ മോളാണ് ചിന്നു എന്നാണ്. പിന്നീട് രവിശങ്കർ പറഞ്ഞപ്പോഴാണ് വിജയ് ശങ്കർ സാറിന്റെ മകളാണ് ചിന്നു എന്ന് എനിക്ക് മനസ്സിലായത് എന്നങ്ങനെ മധുബാല പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അവരുടെ ആ ബന്ധം തുടർന്നു പോകാൻ നിങ്ങൾ ഒരിക്കലും സമ്മതിക്കരുത്. അതിന് ഞാനൊരു ബെറ്റർ ഓപ്ഷൻ പറഞ്ഞു തരാം. എത്രയും പെട്ടെന്ന് തന്നെ ജെകെ താമസിക്കുന്ന ആ വാടക വീട്ടിലേക്ക് നിങ്ങൾ പോവണം. ഇവിടെ കയറി നിങ്ങൾ അയാളുടെ കൂടെ താമസിക്കണമെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, അയാളുടെ കൂടെ ഞാൻ താമസിക്കാനോ? അതെന്തായാലും പറ്റില്ല. വർഷങ്ങൾക്ക് മുന്നേ അവസാനിപ്പിച്ച ജീവിതമാണത്. ആ ജീവിതം റീഓപ്പൺ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് മധുബാല അങ്ങനെ തീർത്ത് പറയാണ്. വിജയ് ശങ്കർ അപ്പൊ ചോദിക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് റീഓപ്പൺ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അയാളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ജെകെയിൽ നിന്നും ഡിവോഴ്സ് ആയിട്ടില്ല, ഇനിയിപ്പോൾ ഡിവോഴ്സ് ആവുകയുമില്ല. ഞാൻ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അയാളിൽ എനിക്ക് തകർക്കാൻ കഴിയില്ല. എനിക്ക് അയാളുടെ സാഹിത്യകാരൻ എന്ന പദവി ഇല്ലാതാക്കി അയാളെ തകർക്കണം. ഇനിയിപ്പോൾ എൻ്റെ മുന്നിലുള്ള ഏക തടസ്സം അർച്ചനയാണ്. അവൾ തടസ്സമായി നിന്നാൽ ഞാൻ അവളെയും ഇല്ലാതാക്കും എന്നങ്ങനെ മധുബാല പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഈ ബന്ധം തകർക്കേണ്ടത് ഇപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ആവശ്യമാണ്. ഇതിനുവേണ്ടി ഞാൻ എന്ത് സഹായവും നിങ്ങൾക്ക് ചെയ്യും. കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് മധുബാലയോട് അങ്ങനെ വിജയ് ശങ്കർ ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണെന്ന് പറയാണ്. വിജയ് ശങ്കർ അപ്പോൾ സന്തോഷത്തോടെ മധുബാലയ്ക്ക് കൈ കൊടുക്കുകയാണ്. അങ്ങനെ ജെകെയും അർച്ചനയും തകർക്കാനായി അവർ തീരുമാനിക്കുകയാണ്. അതിനുശേഷം ഇന്ന് ജെകെയെ കാണാൻ പോയതിന്റെ സംഭവങ്ങളെല്ലാം ചന്ദ്ര അങ്ങനെ വന്ന് വീട്ടിൽ പറയാണ്. ഇതെല്ലാം കേട്ട് സത്യനാകെ ദേഷ്യം വരുന്നുണ്ട്. രുക്കു പറയുന്നുണ്ട്, എന്തിനാണ് അയാളെ ക്ഷണിക്കാൻ പോയത്? നമ്മുടെ നാട്ടിൽ വലിയ VIPs ഇല്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. വിമൽ അപ്പോൾ ജെകെയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. സത്യനാണെങ്കിൽ ആകെ ദേഷ്യം വന്നുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ ചേട്ടത്തിയെ അപമാനിച്ച ജെകെയെ എനിക്ക് തിരിച്ചടിക്കണം, എന്നാലേ എനിക്ക് സമാധാനമാകൂ എന്നൊക്കെ പറയാണ്. രുക്കപ്പ പറയുന്നുണ്ട്, സത്യേട്ട ഇപ്പൊ നമ്മളൊന്നും ചെയ്യണ്ട, ഇപ്പോ അയാളെ നേരിട്ടൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ജെകെക്ക് തിരിച്ചടി കൊടുക്കുന്നതോടെ ആ അർച്ചനയ്ക്കും ഒരു തിരിച്ചടി കൊടുക്കണം. അതിന് എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റൂ. അച്ചു എന്തായാലും ഇൻസ്പെക്ടറായി പോസ്റ്റിംഗ് കിട്ടി ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്. അച്ചുവിനെ വെച്ച് തന്നെ നമുക്ക് തിരിച്ചടി കൊടുക്കാമെന്ന് രുക്കു അങ്ങനെ പറയുകയാണ്. അത് കേട്ട് സത്യനും ചന്ദ്രയും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ശരിവെക്കുകയാണ്. പിന്നീട് പുറത്തുപോയ മുകുന്ദനാണെങ്കിൽ ആകെ സന്തോഷത്തോടെ ധൃതി പിടിച്ചുകൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് എത്തുകയാണ്. ആദ്യം തന്നെ മഞ്ജുവിനെയും ചിന്നുവിനെയും കാണുമ്പോൾ തന്നെ മുകുന്ദൻ ആ സന്തോഷ വാർത്ത പറയുകയാണ്. ഞാനിപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ അച്ചു പോസ്റ്റിംഗ് കിട്ടി ഇൻസ്പെക്ടറായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെയാണ് വരുന്നത് എന്നങ്ങനെ മുകുന്ദൻ പറയുമ്പോൾ ഇത് കേട്ട് ചിന്നുവിനും മഞ്ജുവിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ചിന്നു പറയുന്നുണ്ട്, ഓ, ഞാൻ ഈ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവർക്കാർക്കും വിശ്വാസമാവുന്നില്ല. നാളെ പോയി എന്തായാലും ഇത് എല്ലാവരോടും പറയണമെന്ന് ചിന്നു അങ്ങനെ പറയുമ്പോൾ മഞ്ജുവും പറയുന്നുണ്ട്, ഞാനും ഇവിടെ അയൽപ്പക്കത്തെല്ലാം ഈ കാര്യം പറഞ്ഞിരുന്നു, പക്ഷേ അവർക്കും വിശ്വാസമാവുന്നില്ല. നാളെ അവരോടും എനിക്ക് പറയണമെന്ന് മഞ്ജുവും അങ്ങനെ പറയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. അർച്ചന എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മുകുന്ദ എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ അങ്ങനെ അച്ചുവിൻ്റെ കാര്യം പറയാണ്. ചേച്ചി, അച്ചു ഇൻസ്പെക്ടറായി ചാർജ് എടുക്കുന്നത് നമ്മുടെ നാട്ടിലാണെന്ന് പറയുമ്പോൾ അർച്ചന ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കേട്ടിട്ട് എന്താ ചേച്ചിക്ക് ഒരു സന്തോഷമില്ലാത്തത്?
എന്ന് ചോദിക്കുകയാണ്. അർച്ചന ഇപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ നാട്ടുകാർ പറഞ്ഞിട്ടില്ലേ ഇപ്പോൾ ഇതറിഞ്ഞത്, അച്ചുവിൻ്റെ അടുത്ത് എൻ്റെ നമ്പർ ഉണ്ടായിരുന്നല്ലോ, ഒന്ന് അവന് വിളിച്ചു പറയാമായിരുന്നല്ലോ എന്ന് അങ്ങനെ ചോദിക്കുകയാണ്. അത് കേട്ട് മുകുന്ദനും ചിന്നുവിനെല്ലാം ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. മഞ്ജു ഇപ്പോൾ പറയുന്നുണ്ട്, ചേച്ചി ആ പറഞ്ഞത് ന്യായമാണ്, അവനൊന്ന് വിളിക്കാമായിരുന്നു എന്ന് പറയാണ്. വളർത്തി വലുതാക്കുന്നത് വരെയുള്ളൂ ചേച്ചി ഇതെല്ലാം, അത് കഴിഞ്ഞ് എല്ലാവരും ആ കൂട്ടിൽ നിന്ന് പറന്നു പോവും എന്നങ്ങനെ മഞ്ജു പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, മഞ്ജു എടുത്തിയുടെ വീട്ടിലെ കാര്യമായിരിക്കും പറയുന്നത്, പക്ഷേ ഞങ്ങൾ അമ്പാട്ട് കുടുംബത്തിലെ സഹോദരങ്ങൾ ആരും വേർപിരിഞ്ഞു പോവില്ലെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എന്നിട്ട് എന്തേ അച്ചു ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത്? അവനിപ്പോ ചന്ദ്രകാന്തത്തിലല്ലേ, അനന്തേട്ടനാണെങ്കിൽ മലപ്പുറത്ത് ട്രാൻസ്ഫർ കിട്ടി അങ്ങോട്ടേക്ക് പോയി, നീയാണെങ്കിൽ വിദേശത്തേക്ക് പോവാനായി നിൽക്കുകയല്ലേ, ആ ഗോൾഡിന്റെ കേസ് വന്നതുകൊണ്ടല്ലേ നീ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവാതെ നിൽക്കുന്നത്? കാര്യം പറയുന്ന സമയത്ത് എന്നെ ആർക്കും പറ്റില്ല, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് മഞ്ജു അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. മുകുന്ദനും അർച്ചനയോടൊന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നുണ്ട്. ചിന്നു അപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇനിയിപ്പോൾ ആരുമില്ലെങ്കിലും ഞാനുണ്ട് അമ്മയുടെ കൂടെ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നീയും നാളെ മറ്റൊരുത്തൻ്റെ വീട്ടിലേക്ക് പോവാനല്ലേ, അപ്പോഴും വിധി ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കുമെന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ഞാനും എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ടേ പോവുള്ളൂ, എൻ്റെ കൂടെ എന്നും എൻ്റെ അമ്മയുണ്ടാവുമെന്ന് പറഞ്ഞ് ചിന്നു അങ്ങനെ ബുക്കും എടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അർച്ചനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പിറ്റേ ദിവസം അർച്ചന ഓഫീസിൽ പോയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അർച്ചനയ്ക്ക് വയ്യായ്ക തോന്നുകയാണ്. അപ്പം തന്നെ ഫോൺ എടുത്ത് ദീപ്തിയെ വിളിക്കുന്നുണ്ട്. ദീപ്തി, എനിക്ക് തീരെ വയ്യ, നല്ല തലവേദന, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ആ ശരി അർച്ചനെ, നീ പോയിക്കോ, ഞാൻ ഓഫീസിലെ കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ ബാഗും എടുത്ത് അർച്ചന പോവാനായി നിൽക്കുന്നതും പെട്ടെന്ന് തലകറങ്ങി വീഴാൻ പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് JK വരുന്നുണ്ട്. അർച്ചനയെ ആ അവസ്ഥയിൽ കണ്ട് വേഗം പോയി JK പിടിക്കുന്നുണ്ട്. അർച്ചനെ എന്തുപറ്റി, അർച്ചനെ എഴുന്നേൽക്കുക എന്നൊക്കെ JK അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അർച്ചനയാണെങ്കിൽ കണ്ണു തുറക്കുന്നില്ല. വേഗം തന്നെ JK പോയി അർച്ചനയെ അവിടെ ഒരു ചെയറിൽ ഇരുത്തുകയാണ്. അപ്പോഴേക്കും ഇതും കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വിജയ് ശങ്കർ വരുന്നത്. ഇതെല്ലാം കണ്ട് വിജയ് ശങ്കറിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. JK വേഗം തന്നെ അർച്ചനയുടെ മുഖത്ത് തട്ടുന്നുണ്ട്. എന്നിട്ടും അർച്ചന എഴുന്നേൽക്കുന്നില്ല. പിന്നീട് JK അവിടെ നിന്നും ഒരു കുപ്പിയിൽ വെള്ളമെടുത്ത് അതെടുത്ത് അർച്ചനയുടെ മുഖത്തേക്ക് തെളിക്കുകയാണ്. അപ്പോഴേക്കും അർച്ചന എഴുന്നേൽക്കുകയാണ്. JK കാണുന്നതും അർച്ചന സന്തോഷത്തോടെ JK എന്ന് വിളിക്കുകയാണ്. JKക്കും അപ്പോൾ ഒരുപാട് സന്തോഷാവുകയാണ്. എന്നാൽ വിജയ് ശങ്കറിന് ഇതെല്ലാം കണ്ട് സഹിക്കാനാവാതെ അങ്ങനെ നിൽക്കുകയാണ്. JK എന്നിട്ട് അർച്ചനയോട്, അർച്ചനെ എന്തുപറ്റി, അർച്ചനെ ഹോസ്പിറ്റൽ പോകണോ എന്നൊക്കെ ചോദിച്ച് അർച്ചനെ അവിടെ നിന്നും എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോഴേക്കും വിജയ് ശങ്കർ വന്ന് JK പിടിച്ചു മാറ്റുന്നുണ്ട്. ഡാ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഒരു ഓഫീസാണ്, പക്ഷേ ഇവിടെ നടക്കുന്നത് വേറെ എന്തൊക്കെയോ ആണ്. എൻ്റെ ഒരു ഹെൽപ്പും ഇവിടെ ആർക്കും ആവശ്യമില്ല, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോടാ. അവൾ ആരാണെന്ന് നിനക്കറിയാവോ? എൻ്റെ മോളുടെ അമ്മയാണ്, ഇവളുടെ ദേഹത്ത് തൊടാൻ നിനക്കെന്താണ് അധികാരമെന്ന് വിജയ് ശങ്കർ അങ്ങനെ JKയോട് ചോദിക്കുകയാണ്. JK അപ്പോൾ പറയുന്നുണ്ട്, അധികാരവും അവകാശവും നോക്കി നിന്നാൽ വയ്യാതെ കിടക്കുന്ന ഒരാളെ രക്ഷിക്കാൻ കഴിയുമോ? താൻ ഏത് ലോകത്താടോ ജീവിക്കുന്നതെന്ന് JK അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിജയ് ശങ്കറും JKയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയാവുകയാണ്. അതുകൊണ്ട് അർച്ചന നിർത്ത് എന്ന് പറയാണ്. അപ്പോഴേക്കും അവരങ്ങനെ അടി നിർത്തുന്നുണ്ട്. JKയുടെ കൈ പിടിച്ചുകൊണ്ട് അർച്ചന എന്നിട്ട് വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, മിസ്റ്റർ വിജയ് ശങ്കർ, ഇയാളെ തല്ലാൻ നിങ്ങൾക്ക് ഒരു യോഗ്യതയുമില്ല എന്ന് പറയാണ്. വിജയ് ശങ്കർ അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇവൻ നിന്റെ ആരാടി എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, തനിക്ക് അതിനുള്ള മറുപടി ഞാൻ തരാം. അർച്ചനയ്ക്ക് ഞാൻ ആരാണെന്നല്ലേ തനിക്ക് അറിയേണ്ടത്? കുറെ കാലമായി ഈ പാവത്തിനെ എല്ലാവരും കൂടി പച്ചയ്ക്ക് അപമാനിക്കുന്നു. ഇവര് തന്നോടൊക്കെ എന്ത് തെറ്റാടോ ചെയ്തത്? ഞാൻ ചോദിച്ച മറുപടിക്ക് ഞാൻ ഉത്തരം പറയാം. അർച്ചന ഇനി എൻ്റെ പെണ്ണാണ്. അർച്ചനയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുമെന്ന് JK അങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് അർച്ചനാകെ ഞെട്ടിത്തരിച്ച് JK തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. വിജയ് ശങ്കറും JK അങ്ങനെ നോക്കി ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.